വിക്രം അജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മഴ മാറിയിരുന്നു. പക്ഷേ ആ നനഞ്ഞ അന്തരീക്ഷം വിക്രമിന്റെ മനസ്സിലെ ആശയക്കുഴപ്പം കൂട്ടുന്നതായിരുന്നു. ഒരു മുറിയിൽ അടച്ചിട്ടിരുത്തി വിക്രം നേരിട്ട് അജിത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഏത് കളിയെക്കുറിച്ചാണ് നീ പറഞ്ഞത്? വർക്കി സാറിന്റെ മരണവും അതിലെന്താണ് ബന്ധം? വിക്രം കസേരയിലിരുന്ന് അജിത്തിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അജിത്ത് തലയുയർത്തി വിക്രമിനെ നോക്കി. ഭയം മാറിയതിനു പകരം ഒരുതരം നിസ്സംഗതയായിരുന്നു ആ കണ്ണുകളിൽ. ഇതൊരു സാധാരണ കളി ആയിരുന്നില്ല സാർ. ഇത് ചോദ്യം ചെയ്യുന്നവൻ എന്നറിയപ്പെടുന്ന ഒരാൾ നടത്തുന്ന ഒരു കളിയാണ്. ഓരോ കളിക്കാരനും ഓരോ പസിലുകൾ നൽകും. അത് ഒരു രഹസ്യ കോഡോ ഒരു ഭൂപടമോ ആകാം. ശരിയായ ഉത്തരം കണ്ടുപിടിക്കുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അവസാന ഘട്ടത്തിൽ ഒരു വലിയ സമ്മാനം ഉണ്ടാകും. എന്താണ് ആ സമ്മാനം? അത് ആർക്കും അറിയില്ല. പക്ഷേ ഈ കളി വളരെ വിചിത്രമാണ്. ചില പസിലുകൾ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് കലയുമായി. ഓരോ കളിക്കാരനും ഒരു കോഡ് നാമം ഉണ്ടായിരിക്കും. അങ്കിളിന്റെ കോഡ് ചാര എന്നായിരുന്നു. അജിത്ത് ഒരു നിമിഷം നിർത്തി. ഈ കളിയിൽ എന്റെ കോഡ് വേട്ടക്കാരൻ ആയിരുന്നു. വിക്രം ചിന്തിച്ചു. ചോദ്യം ചെയ്യുന്നവൻ എന്ന പേരും ചാര, വേട്ടക്കാരൻ എന്നീ പേരുകളും. ഈ കളിയിൽ എന്തോ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിക്രമിന് തോന്നി. വർക്കി സാർ എന്തുകൊണ്ട് മരിച്ചു? അജിത്ത് ദയനീയമായി വിക്രമിനെ നോക്കി. അങ്കിൾ ഈ കളി ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ കളി തുടങ്ങിയാൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ കണ്ട ആ റോസാപ്പൂവ്, അത് ആ കളിയിലെ ഒരു പ്രതീകമാണ്. മരണത്തെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ആ റോസാപ്പൂവ് അവിടെ വെച്ചിരിക്കുന്നത്? കളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന സൂചനയാണത്. അജിത്ത് പറഞ്ഞതൊക്കെ വിക്രത്തിന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അജിത്തിന്റെ സംസാരത്തിലെ സത്യസന്ധത വിക്രമിനെ ചിന്തിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചീട്ട്, ക്യൂൻ ഓഫ് സ്പേഡ്സ്, അത് എന്താണ് സൂചിപ്പിക്കുന്നത്? വിക്രം ചോദിച്ചു. അത് കളിയിലെ അടുത്ത സൂചനയാണ്. അടുത്ത കളിക്ക് സമയമായി എന്ന്. അത് എന്നെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്. ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അങ്കിളിന് അറിയാമായിരുന്നു, അജിത്ത് പറഞ്ഞു. വിക്രത്തിന് അജിത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്നാൽ വർക്കിയുടെ മരണമുറിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ അജിത്ത് പറഞ്ഞതുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. വിക്രം ഫോണെടുത്ത് സുനിലിനെ വിളിച്ചു. നീ ഇപ്പോൾ തന്നെ വർക്കിയുടെ വീട്ടിലേക്ക് പോകണം. അദ്ദേഹത്തിന്റെ പഠനമുറിയിൽ റോസാപ്പൂ എന്നു പേരുള്ള ഒരു പുസ്തകമുണ്ടാകും. അത് എനിക്ക് ഉടൻ അയച്ചു തരണം. പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് വിക്രമിന് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ കൊലയാളി ഇട്ട ഒരു കെണിയാകാം. എങ്കിലും വിക്രം കാത്തിരുന്നു. അല്പസമയത്തിന് ശേഷം സുനിൽ തിരികെ വിളിച്ചു. സാർ, നിങ്ങൾ പറഞ്ഞ പുസ്തകം ഇവിടെയുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു തുണ്ട് പേപ്പർ ഉണ്ട്. വിക്രം ആകാംക്ഷയോടെ കാത്തുനിന്നു. സുനിൽ അടുത്ത നിമിഷം വായിച്ചു. ഞാൻ ജാപ്പനീസ് പൂന്തോട്ടത്തിൽ കാത്തിരിക്കും. വിക്രമിന്റെ നെറ്റി ചുളിഞ്ഞു. ജാപ്പനീസ് പൂന്തോട്ടമോ? അതൊരു സ്ഥലമാണോ അതോ മറ്റൊരു സൂചനയോ? വിക്രം തന്റെ ഓഫീസിന്റെ ഭൂപടത്തിൽ നഗരത്തിലെ ജാപ്പനീസ് പൂന്തോട്ടങ്ങൾ തിരഞ്ഞു. അപ്പോഴാണ് മേശപ്പുറത്തെ ഒരു പഴയ പത്രവാർത്ത അയാളുടെ കണ്ണിൽ പതിഞ്ഞത്. അതിൽ വർക്കിയുടെയും മറ്റു ചിലരുടെയും ചിത്രം. തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ദുരൂഹമായ കൊലപാതക കേസിലെ സാക്ഷികൾ. വിക്രം ഞെട്ടലോടെ ആ വാർത്ത വായിച്ചു. കൊലപാതകം, സാക്ഷികൾ എന്നീ വാക്കുകൾ അയാളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി.